റെയിൽവേ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി വിഭാവനം ചെയ്ത രക്ഷക് സംവിധാനം പ്രഖ്യാപനത്തിലൊതുങ്ങുന്നു. 2018 റെയിൽവേ ബോർഡ് ഉത്തരവിറക്കി 6 വർഷം പിന്നിട്ടിട്ടും കേരളത്തിൽ രക്ഷക് ഉപകരണങ്ങളുടെ വിതരണം പൂർത്തിയാക്കാനായില്ല. ജോലിക്കിടയിൽ മരിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുമ്പോഴും ഇക്കാര്യത്തിൽ അധികൃതരുടെ അനാസ്ഥ തുടരുകയാണെന്നാണ് ജീവനക്കാരുടെ ആരോപണം. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന ട്രാക്ക് ആൻഡ് മെയിൻ്റനൻസ് ജീവനക്കാരാണ് സുരക്ഷാ ഉപകരണങ്ങൾ അടിയന്തരമായി ആവശ്യമുള്ളവർ. ചെറു സംഘങ്ങളായും ഒറ്റയ്ക്കും ട്രാക്കുകളിൽ ജോലി ചെയ്യുന്ന ഇവർ ഡ്യൂട്ടി പൂർത്തിയാക്കി മടങ്ങുന്നത് തന്നെ ഭാഗ്യത്തിന്റെ പിൻബലത്തിലാണെന്ന് പറയേണ്ടി വരും. ട്രാക്കുകളുടെ വളവും കാലാവസ്ഥയും സിഗ്നൽ സംവിധാനങ്ങളുടെ പോരായ്മകളും അപകടങ്ങളായി ജീവനക്കാർക്ക് ചുറ്റും പതിയിരിക്കുന്നു. വേഗത കൂടി ഇപ്പോഴും ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ട്രാക്ക് മെയിൻ്റനർ ട്രാക്കിൽ കൂടെ നടക്കുന്ന സമയത്ത് ട്രെയിൻ വരുന്ന ശബ്ദം അല്ലെങ്കിൽ ട്രെയിൻ ഹോൺ അടിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം കേട്ട് ട്രാക്കിൽ നിന്ന് മാറി നിൽക്കുക, ട്രെയിൻ പോയി കഴിഞ്ഞാൽ വീണ്ടും കയറി നിന്ന് ജോലി ചെയ്യുക. ഇതല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും കാലഘട്ടത്തിലായിട്ടും ട്രെയിൻ വരുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് റെയിൽവേ ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. ജോലി ചെയ്യുമ്പോൾ ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ കറവിലാണെങ്കിൽ ചിലപ്പോൾ ശബ്ദം കേട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ നടക്കുന്ന അപകടത്തിൻ്റെ മെയിൻ കാരണങ്ങൾ അത് തന്നെയാണ്. ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു മിനിറ്റ് നേരം നമ്മുടെ ശ്രദ്ധ കോൺസെൻട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാതെ വന്നാൽ അപകടം സംഭവിക്കും. ഇവിടെ നമ്മുടെ ട്രാക്ക് മെയിൻ്റനൻസ് മരിച്ച് നോക്കി കഴിഞ്ഞാൽ 100% ആൾക്കാർ അവരുടെ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ശബ്ദം കേൾക്കാതെ വരുമ്പോൾ അപകടം ഉണ്ടാവുന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തി 2018 രക്ഷക് ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ റെയിൽവേ ബോർഡ് ഉത്തരവിറക്കുന്നത്. എന്നാൽ 6 വർഷങ്ങൾക്കിപ്പുറവും സംസ്ഥാനത്ത് ഈ സംവിധാനം നടപ്പിലാക്കാനായില്ല. ഇക്കാലയളവിനുള്ളിൽ മാത്രം തിരുവനന്തപുരം ഡിവിഷനിൽ 16 പേരും പാലക്കാട് ഡിവിഷനിൽ 12 പേരും ജോലിക്കിടയിൽ മരണപ്പെട്ടു. ട്രെയിനുകൾ തട്ടി ഗുരുതരമായി പരിക്ക് പറ്റിയവരുടെയും സ്വയം രക്ഷപ്പെടുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടവരുടെയും കണക്കെടുത്താൽ ഇനിയും സംഖ്യകൾ ഉയരും. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മെയിൻ്റനൻസ് നടത്തുന്ന സാഹചര്യം കാലങ്ങളായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ മാത്രമാണുള്ളത്. ഇപ്പോൾ നമ്മുടെ മെട്രോ റെയിൽവേകളുണ്ട്. മെട്രോ റെയിൽവേയിൽ ഇതുപോലുള്ള സംവിധാനങ്ങൾ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജീവനക്കാർ അവിടെ പണിയെടുക്കുകയും ട്രെയിൻ വരുമ്പോൾ ഓടി മാറുകയും ചെയ്യുന്ന സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ 0 ഫാറ്റാലിറ്റിയാണ്. ഒറ്റ ആൾ പോലും അവിടെ കൊല്ലപ്പെടുന്നില്ല. മെട്രോ എത്രയോ ആളുകൾ യാത്ര ചെയ്യുന്ന മെട്രോ റെയിൽ സംവിധാനമാണ്. ലോകത്ത് ഇതുപോലെ പലവിധ സംവിധാനം, യന്ത്രവൽക്കരണമുണ്ട്, ഷെഡ്യൂളുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള മാറ്റം വരുത്താവുന്നേ ഉള്ളൂ. അങ്ങനെ കാലോചിതമായൊരു മാറ്റം വരുത്തിക്കൊണ്ട് പരിഷ്കരിച്ചുകൊണ്ട് ഈ ജീവൻ സംരക്ഷിക്കാനുള്ള മിനിമം ബാധ്യത ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവകാശമാണല്ലോ, പ്രാഥമികമായ അവകാശമാണ് നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത്. അത് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഒരു പ്രാഥമികമായ ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റണം എന്നുള്ള ന്യായമായ ആവശ്യം ഞങ്ങൾ നിരന്തരമായി ഉയർത്തിയിട്ടും ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരവും അത്യന്തം പ്രതിഷേധകരവുമാണ്. രക്ഷക് ഉപകരണങ്ങളുടെ വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങളാണ് ജീവനക്കാരും തൊഴിലാളികളും ചേർന്ന് ഇതിനോടകം നടത്തിയത്. എന്നാൽ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നടക്കം ഇക്കാര്യത്തിൽ കടുത്ത അവഗണനയാണ് നേരിട്ടതെന്നും ഇവർ പറയുന്നു. സിഗ്നൽ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതും ട്രാക്കുകളുടെ നിർമ്മാണ ജോലികളും അടിസ്ഥാനമാക്കി മാത്രമേ ഉപകരണങ്ങളുടെ വിതരണം നടത്താൻ ആവുകയുള്ളൂ എന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിശദീകരണം. ഘട്ടം ഘട്ടമായി നടക്കുന്ന റെയിൽവേ വികസനവും ഇതിനാവശ്യമായ ഭാരിച്ച ചെലവുമാണ് സുരക്ഷാ ഉപകരണങ്ങളുടെ വിതരണം പൂർത്തീകരിക്കുന്നതിനുള്ള ഏക തടസ്സമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കുന്നതിനാണ് ആയിരങ്ങൾ ജീവൻ പണയം വെച്ച് ഈ ട്രാക്കിൽ പണിയെടുക്കുന്നത്. അതിനായി അടിസ്ഥാന സുരക്ഷാ സൗകര്യങ്ങളെങ്കിലും ഒരുക്കുക എന്നുള്ളത് അവർ ഉന്നയിക്കുന്ന ഔദാര്യമല്ല, തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമായ ഇന്ത്യൻ റെയിൽവേക്ക് എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.